ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി, എല്ലാവരും ക്ഷമിക്കുക, കുറച്ച് തിരക്കായി പോയി കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, ഇന്നലെ ബിഗ് ബോസിൽ അക്ബർ ഖാൻ രേണു സുധീനെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് എന്നോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ആ നടപടി ശരിയായ നടപടിയല്ല. കൂടുതലായി നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, ഒരു ടാസ്കിലിടയ്ക്ക് ഇന്നലെ മോർണിംഗ് ടാസ്കിലിടയ്ക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത് എല്ലാവരോടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിനെയും ഇഷ്ടമില്ലാത്ത വ്യക്തിനെയും പേര് പറയുക. എന്നിട്ട് അവർക്കൊരു ഇഷ്ടമുള്ള വ്യക്തിക്ക് ഓമന പേരും ഇഷ്ടമില്ലാത്ത വ്യക്തിക്ക് വേറൊരു ചീത്തപ്പേരും പറയുക എന്ന് പറഞ്ഞു. എല്ലാവരും അവരുടെ ഓരോരുത്തരെ വിളിച്ചിട്ട് അവരുടെ ഇഷ്ടമുള്ള പേരുകളും ഇഷ്ടമില്ലാത്ത പേരുകളും ഒക്കെ പറഞ്ഞു. പക്ഷെ അതിലിടയ്ക്ക് ഈ അക്ബർ ഖാൻ വന്നിട്ട് രേണു സുധീനെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. പക്ഷെ ആ നടപടി നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അവരൊരു അമ്മയാണ്, ഒരു വിധവയാണ്, ഒരു സ്ത്രീയാണ്. മാത്രമല്ല മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സുജിച്ചാറിൻ്റെ ഭാര്യയും കൂടിയാണ്. വേറൊന്നുമല്ല, ഞാൻ അവരെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊരു സ്ത്രീയായിട്ട് അവരെ പബ്ലിക്കായിട്ട് വിളിച്ചു വരുത്തിയിട്ട് സേഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞത് വെറും ചെറ്റത്തരാണ്. എനിക്കങ്ങനെ തോന്നി. ചില ഓൺലൈൻ ചാനലുകളിൽ അവരെ ന്യായീകരിച്ച് അക്ബർ ഖാനെ ന്യായീകരിച്ച് വീഡിയോ ഇട്ടത് ഞാൻ കണ്ടു. പക്ഷെ ഒരു പബ്ലിക്കായിട്ട് അവരെ ഇങ്ങനെ വിളിച്ചിട്ട് അത് രേണുസുധിക്ക് നന്നായി കൊണ്ടിട്ടുമുണ്ട്. അവരത് പറയുന്നുണ്ട്, ഞാനൊരു വിധവയാണ്, ഞാനൊരു അമ്മയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഈ മേഖല തിരഞ്ഞെടുത്തത്. പക്ഷെ അവർക്ക് ഇവരാരെങ്കിലും പൈസ കൊണ്ട് കൊടുക്കും അവർക്ക് ജീവിക്കാൻ. ഒരു കൊച്ചുണ്ട്, ഈ കൊച്ചിനായിട്ട് ജീവിക്കാൻ വേണ്ടി അവർക്ക് ഇവരാരെങ്കിലും പൈസ കൊണ്ട് കൊടുക്കും. പക്ഷെ ഇത് വളരെ മോശമായ ഒരു കാര്യമാണ് സേഫ്റ്റി ടാങ്ക് എന്ന് ഒരാളെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കക്കൂസ് കുഴി എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. ഈ അത്രയ്ക്കും മാലിന്യമായിട്ടാണ് ഒരു സ്ത്രീ അവർ ജീവിക്കാൻ വേണ്ടി അവരുടെ ഫാഷനായിട്ട് അവർ തിരഞ്ഞെടുത്തൊരു മാർഗം. അതിലൂടെ അവർ ജയിച്ച് അവരതിലൂടെ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിലൊക്കെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരാൾ ഇങ്ങനെ വിളിച്ചിട്ട് പബ്ലിക്കായിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, ഇതുവരെ എന്നെ ആരും ഇതുപോലൊരു പേര് വിളിച്ചത്. പക്ഷെ അക്ബർ ഖാനെ ഈ തെണ്ടിത്തര കാണിച്ചത് വേറൊന്നുമല്ല. ഇവൻ ഇമാതിരി ഒരു തെണ്ടിത്തരം കാണിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചല്ല. ഒരുപാട് നമുക്ക് എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അക്ബർ ഖാൻ എന്ന് പറയുന്ന ആളെ. പക്ഷെ ഇയാളുടെ ആ പ്രവർത്തിയിലൂടെ എനിക്കത് വെറും ദേഷ്യമാണ് വന്നത്. അറപ്പും വെറുപ്പും വന്നു. നിങ്ങളതിനോട് യോജിക്കുന്നുണ്ട്? നിങ്ങളുടെ കമൻറ്റ്. ചില ആളുകൾ അക്ബർ ഖാനെ ന്യായീകരിച്ചും അല്ലാതെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെണ്ടിത്തരം കാണിച്ചത് ശരിയായിട്ടല്ല എനിക്ക് തോന്നി. വേറൊന്നുമല്ല, അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഈ പറയുന്നവന്മാരോ അല്ലെങ്കിൽ ഈ കളിയാക്കുന്നവരോ ആരെങ്കിലും ഈ രേണുസുധിക്ക് കൊണ്ട് എന്നാ നിങ്ങൾ ചെലവിനെടുത്തോ എന്നും പറഞ്ഞ് പൈസയൊന്നും കൊടുക്കത്തില്ല. അവർ കഷ്ടപ്പെട്ട് അവരുടെ പാഷം പല കണ്ടെത്തിയത് ജോലി അതവർ ചെയ്യുന്നു. അതിന് ഇങ്ങനെ സേഫ്റ്റി ടാങ്ക് എന്നൊക്കെ പറയുമ്പം അവർക്ക് ആ വ്യക്തിക്ക് ഈ രേണുസുധിയോട് എന്തായാലും ദേഷ്യമുണ്ട്. ഇവർ തമ്മിൽ എനിക്ക് തോന്നുന്നു പുറത്ത് ഒരു ദേഷ്യം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അകത്ത് വന്നിട്ട് ഈ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയെന്ന് പറഞ്ഞു സേഫ്റ്റി ടാങ്ക് വേറെ എന്തെങ്കിലും പേരോ എന്തെങ്കിലും പറഞ്ഞ കൂടെ ഈ സേഫ്റ്റി ടാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്ത്രീ. നിങ്ങൾ ഈ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കത് കണ്ടപ്പോൾ സത്യം പറയാം നല്ല വിഷമം തോന്നി. വേറൊന്നുമല്ല, ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, അത് തന്നെ അവരും പറയുന്നുണ്ട്. അത് നല്ല പോലെ രേണുസുധിക്ക് കൊണ്ടിട്ടുണ്ട്, ശരിക്കും നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. ഈ ഒരു പ്രവൃത്തിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അക്ബർ ഖാന്റെ. അത് എന്ത് ടാസ്കിന്റെ ഇടയ്ക്കാണ്, എന്ത് കുന്താണേലും എന്ത് മാങ്ങാത്തൊലിയാണേലും ഇതില്ല. പക്ഷെ ഈ ഒരു പ്രവൃത്തിയോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇത് ചിലപ്പോൾ ഇത് കണ്ടിട്ട് ചില ആളുകൾ എന്നെ ചീത്ത വിളിച്ച് എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ തെണ്ടിത്തരം കാണിച്ച തെണ്ടിത്തരം എന്ന് ഞാൻ പറയും, അല്ല വേറൊന്നുമല്ല. മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവരെ കൊച്ചാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇത് വേണ്ടായിരുന്നു അക്ബർ ഖാനെ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാക്കിയ വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല, ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.